ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ചർച്ച ഒരു നിലപാടിൽ, ഒരു പ്രശ്നത്തിൽ ഒരു ഉറപ്പ് നേടുന്നതിനു വേണ്ടിയാണ്. അന്യസംസ്ഥാന ലോട്ടറികളുടെ വിൽപ്പന ഒരു സാഹചര്യത്തിലും കേരളത്തിൽ അനുവദിക്കരുത്. സാന്റിയാഗോ മാർട്ടിനു വേണ്ടി മിസോറാം സർക്കാർ തന്നെ കേരളത്തെ കുറ്റപ്പെടുത്തി പരസ്യമായി രംഗത്തു വന്നിരിക്കുന്നു. വേരോടെ പിഴുതെറിഞ്ഞ ഇതര സംസ്ഥാന ലോട്ടറികൾ മടങ്ങി വരരുത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ലോട്ടറിയുടെ പേരിൽ കേരളത്തോടിടഞ്ഞ് മിസോറാം. കേരളത്തിനെതിരെ പത്രപരസ്യവുമായി മിസോറാം സർക്കാർ. ലോട്ടറികൾ പിടിച്ചെടുത്ത സർക്കാർ നടപടി തെറ്റ്. ലോട്ടറി നടത്തിപ്പ് നിയമപരമെന്നും അവകാശവാദം. പരസ്യം കൊടുത്തതുകൊണ്ട് നിയമം മാറില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. അബ്ദുൽ നാസർ മദനിക്ക് വരവിന് വഴി തുറന്ന് കേരളം. സുരക്ഷയൊരുക്കാൻ കേരള പോലീസ് തയ്യാറെന്ന് കർണാടകത്തെ അറിയിച്ചു. ചെലവ് തുക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടു. കർണാടക മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന്റെ കത്ത്. ഗവർണറോട് CPM-ന് പരാതിയും പ്രതിഷേധവുമില്ല. മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയതിൽ തെറ്റില്ലെന്നും CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. കേരള നേതൃത്വവുമായി ഭിന്നതയില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയിൽ ബംഗാൾ ഘടകത്തിനെതിരെ അന്വേഷണം. വീഴ്ച പരിശോധിക്കാൻ സമിതി. ബാങ്ക് വായ്പകളെ പ്രോത്സാഹിപ്പിച്ച് വായ്പാ നയം. പലിശ നിരക്കുകൾ കുറച്ച് റിസർവ് ബാങ്ക്. ഭവന, വാഹന, വ്യവസായ വായ്പാ നിരക്കുകൾ കുറയും. നിക്ഷേപങ്ങൾക്കുള്ള പലിശയും കുറയും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അഭിഭാഷകൻ അറസ്റ്റിൽ. തെളിവ് നശിപ്പിച്ചതിനാണ് രാജു ജോസഫ് അറസ്റ്റിലായത്. പ്രതീഷ് ചാക്കോയുടെ കാർ കസ്റ്റഡിയിലെടുത്തു. അന്വേഷണം ദിലീപിന്റെ ബന്ധുക്കളിലേക്കും. മഞ്ജു വാര്യരുടെ സഹോദരന്റെ മൊഴിയെടുത്തു. നടിക്കെതിരായ ആരോപണത്തിൽ ഉറച്ച് PC ജോർജ്. ലോട്ടറിയിൽ വീണ്ടും നിയമയുദ്ധത്തിന്റെ കാലമോ? ലോട്ടറി വിഷയത്തിൽ കേരളത്തോട് നിയമപരമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങി മിസോറാം. ലോട്ടറി വിൽപ്പന തടഞ്ഞതിനെതിരെ മിസോറാം സർക്കാർ പത്രപരസ്യവുമായി രംഗത്തു വന്നു. കേസ് നടപടികൾ അന്യായമാണെന്നാണ് പരസ്യത്തിലെ ആരോപണം. എന്നാൽ പരസ്യം നൽകിയതുകൊണ്ട് വിൽപ്പന അനുവദിക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. മിസോറാം ലോട്ടറിക്കെതിരായ നടപടികൾ കേരളം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് വിൽപ്പനയെ ന്യായീകരിച്ച് മിസോറാം സർക്കാർ രംഗത്തു വന്നത്. മിസോറാം ലോട്ടറി ഡയറക്ടർ വാൻലാൽ സൗമ്യയാണ് നിലപാട് വ്യക്തമാക്കി പരസ്യം നൽകിയത്. ലോട്ടറി വിഷയത്തിലെ കേസ് അന്യായമാണെന്ന് പരസ്യത്തിൽ പറയുന്നു. ടിക്കറ്റുകൾ പിടിച്ചെടുത്തതിൽ ന്യായീകരണമില്ല. 1998 ലോട്ടറി റെഗുലേഷൻ ആക്ട് പ്രകാരം പശ്ചിമബംഗാൾ, പഞ്ചാബ്, ഗോവ, മഹാരാഷ്ട്ര, സിക്കിം എന്നിവിടങ്ങളിൽ മിസോറാം ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പരസ്യം വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളം സമാന നിയമത്തിന്റെ പേരിൽ നടപടികൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മാസം 21-ന് മിസോറാം സ്റ്റേറ്റ് സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറിയെ ലോട്ടറി നടത്തിപ്പ് കാര്യങ്ങൾ രേഖാമൂലം അറിയിച്ചിരുന്നു. കേരളത്തിൽ നിയമ നടപടികൾ നേരിട്ട ടീസ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തങ്ങളുടെ അംഗീകൃത വിതരണക്കാരാണെന്നും പരസ്യത്തിൽ പറയുന്നു. ആഴ്ചയിൽ 7 ദിവസവും നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള നറുക്കെടുപ്പുകളുടെ വിവരങ്ങളും ഇതിലുണ്ട്. സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് മിസോറാമിന്റെ നീക്കം. എന്നാൽ പരസ്യം നൽകിയതുകൊണ്ട് നിയമവിരുദ്ധമായ വിൽപ്പന അനുവദിക്കാനാകില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നറുക്കെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ ഇത് വിളിച്ച വിവരം വിൽക്കാത്ത ടിക്കറ്റ് ഹാജരാക്കണം. ഇങ്ങനെയൊന്നും ചെയ്യാതെ വന്നിട്ട് സാന്റിയാഗോ മാർട്ടിനെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലോട്ടറി നടത്താൻ പറ്റത്തില്ല. VS അച്യുതാനന്ദനും ലോട്ടറി കൊള്ളക്കാർക്കെതിരെ രംഗത്തെത്തി. ലോട്ടറിയിൽ പൊതിഞ്ഞുള്ള തട്ടിപ്പ് അനുവദിക്കില്ലെന്ന ഭരണപരവും രാഷ്ട്രീയപരവുമായ തീരുമാനമാണ് വേണ്ടതെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, അതുപോലെ തന്നെ കേരള ലോട്ടറി ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പുരുഷോത്തം ഭാരതി എന്നിവരാണ് നേരിട്ട് പങ്കെടുക്കുന്നത്. ആദ്യം ധനകാര്യമന്ത്രിയിലേക്ക്. ശ്രീ തോമസ് ഐസക്, ആദ്യ പരസ്യം പാർട്ടി പത്രത്തിൽ ദേശാഭിമാനിയിൽ, പിന്നീട് ഒന്നാമത്തെ പത്രമെന്ന് അവകാശപ്പെടുന്ന പത്രത്തിലൂടെ സർക്കാരിനെതിരെ പരസ്യം. സാന്റിയാഗോ മാർട്ടിന് കേരളത്തിലേക്ക് വരേണ്ട വഴി നന്നായി അറിയാം എന്നാണോ ഈ പരസ്യങ്ങൾ കാണുമ്പോൾ ഒരു ശരാശരി മലയാളി മനസ്സിലാക്കേണ്ടത്? കേരളത്തിലേക്കുള്ള റൂട്ട് കൃത്യം പിടിക്കുകയാണോ സാന്റിയാഗോ മാർട്ടിൻ? മിസോറാം സർക്കാരും കൂട്ടിനുണ്ട്. റൂട്ട് തെറ്റിപ്പോയി. നമ്മൾ പ്രതീക്ഷിച്ചത് കേരളം അവരുടെ ലോട്ടറി തടഞ്ഞു വെച്ചു. തിങ്കളാഴ്ച തന്നെ കോടതിയിൽ പോകുമെന്നുള്ളതാണ്. ഇല്ലല്ലോ, പോയില്ലല്ലോ.
കാരണം അത്രക്ക് ശക്തമായിട്ടുള്ള തെളിവാണ് അവർക്കെതിരായിട്ടുള്ളത്. ടീ സ്റ്റാർ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറാണെന്ന് പറഞ്ഞാൽ പോരാ, അതിനുള്ള കരാറിൽ ഇവിടുത്തെ വിൽപ്പന നേരിട്ട് ട്രഷറിയിൽ അടക്കണം എന്ന് വ്യവസ്ഥ ചെയ്യണം. ആ ട്രഷറിയിൽ നിന്ന് വേണം സമ്മാനങ്ങളും ബാക്കിയും എല്ലാം വിതരണം ചെയ്യാൻ. അതിന് പകരം ഞങ്ങൾ ഒരു മിനിമം ഗ്യാരണ്ടി റിട്ടേൺ തന്നേക്കാം എന്ന് പറഞ്ഞ് അത് മാത്രമാണ് അടക്കാൻ ഈ കരാർ പ്രകാരം ബാധ്യതയുള്ളത് ലോട്ടറി നടത്തിപ്പുകാരന്. ഇത് നിയമവിരുദ്ധമാണെന്ന് കേരളം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ CNTG പറഞ്ഞിരിക്കുന്നു. ഏത് കരാറ് പരിശോധിച്ചിട്ടാണോ CNTG ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞത്, ആ കരാറിന്റെ കോപ്പിയാണ് കേരളത്തിന് അയച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ അറിയിപ്പ് കൊണ്ട് ഇത് നിയമവിധേയമാകാൻ പോകുന്നത് നിയമവിരുദ്ധമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാർ എഴുതിയിട്ടുണ്ട്, ഈ ലോട്ടറി നിരോധിക്കണം. നേരത്തെ കത്തെഴുതിയാണ്, ഇപ്പോൾ CNTG റിപ്പോർട്ട് കൂടി വെച്ച് കത്തെഴുതിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് കേന്ദ്ര തീരുമാനമൊക്കെ വരട്ടെ. അതുവരെയും നിയമപരമായിട്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട് ഈ ക്രമവിരുദ്ധമായ ലോട്ടറി തടഞ്ഞു വെക്കാനായിട്ട്. പക്ഷേ മിനിസ്റ്റർ, ഒരു കാര്യം, ഈ പത്രപരസ്യത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഈ 1998 ലോട്ടറി വിൽപ്പന നിയന്ത്രണ നിയമപ്രകാരം ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ബംഗാളിൽ, പഞ്ചാബിൽ, ഗോവയിൽ, മഹാരാഷ്ട്രയിൽ, സിക്കിമിലൊക്കെ ഈ നിയമപ്രകാരം ഞങ്ങൾ ഈ വിൽപ്പന നടത്തുന്നു. ആ സംസ്ഥാനങ്ങൾ ആരും ഇതുവരെ ഒരു തരത്തിലുള്ള തർക്കങ്ങളും ഉന്നയിച്ചിട്ടില്ല. ഈ പറയുന്ന ആക്ടിന്റെ പ്രൊവിഷൻസിന് എതിരാണ് എന്ന് ഇപ്പോൾ മന്ത്രിയും കേരളവും പറയുന്ന ഒരു തർക്കവും ഈ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഈ സംസ്ഥാനങ്ങൾ ആ വിൽപ്പന നടത്തുന്നു. ഇപ്പോൾ കേന്ദ്രത്തിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത എന്ത് എതിർപ്പാണ് കേരളത്തിനുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ CAG റിപ്പോർട്ടിന്റെ ശക്തമായ കണ്ടെത്തൽ എന്നത് ഒരു ശക്തമായ തെളിവുപരമായി പരിഗണിക്കാവുന്ന ഒന്നായി കേന്ദ്രം ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ മിനിസ്റ്റർ? CAGയുടെ കണ്ടെത്തലാണ്, അതവരുടെ വിലയിരുത്തലാണ്, അത് മറ്റൊരു തരത്തിൽ പരിശോധിക്കാം. പക്ഷേ ഈ അടിസ്ഥാനപരമായ നിയമം പാലിച്ചാണ് ഈ ലോട്ടറി മുന്നോട്ട് പോകുന്നത്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരാതിയില്ലല്ലോ എന്നത് കേരളത്തിന് ഒരു വിഘാതമാണോ, തടസ്സമാണോ കേരളത്തിന്റെ വാദത്തിന്? മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ അത് അവരുടെ നിലപാട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമപരമായിട്ട് മാത്രമേ കേരളത്തിൽ വെക്കാൻ അനുവദിക്കൂ. ഞാൻ ബാക്കി സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ ചെയ്ത് ശരിയല്ലെന്ന് പറയാനൊന്നും ഞാനില്ല. കേരളം ഈ പ്രശ്നം തന്നെ സിക്കിം സർക്കാരിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന് ആക്ഷേപം കൊടുത്തു. കുറച്ച് നാളെടുത്തു. ഒരു 10 വർഷക്കാലം മാറി മാറി വന്ന സർക്കാരുകൾ ഇതിനുവേണ്ടി എത്തിക്കേണ്ടി വന്നു. പക്ഷേ കേരളത്തിന്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് സിക്കിം ലോട്ടറി കേരളത്തിൽ നിരോധിച്ചില്ലേ? ബാക്കി സംസ്ഥാനത്തൊക്കെ സിക്കിം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞ വാദം ശരിവെച്ചുകൊണ്ട് കേന്ദ്രം നിരോധിച്ചില്ലേ? അന്ന് മിസോറാം ഈ പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് വിൽപ്പനയിൽ നിന്ന് പുറകോട്ട് പോയി. അതുകൊണ്ട് അവർക്ക് നിരോധനത്തെ നേരിടേണ്ടി വന്നില്ല. എന്നിട്ട് ഇന്ന് അതേ രീതിയിൽ തന്നെ ലോട്ടറി വീണ്ടും നടത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളതുകൊണ്ട് സിക്കിം സർക്കാരിന്റെ കാര്യത്തിൽ എന്നപോലെ ഇത് ക്രമവിരുദ്ധമായിട്ടാണ് ഈ ലോട്ടറി നടത്തുന്നത്, നിയമവിരുദ്ധമാണ്. അന്നില്ലാത്ത വലിയൊരു ഗുണം വന്നിട്ടുണ്ട്. അന്ന് കേരളം ഉണ്ടാക്കിയ തെളിവേ ഉള്ളൂ. ഇന്ന് അസന്നിഗ്ധമായ നിഗമനമല്ലേ എന്ന് ആർക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാലോ. കേരളത്തിൽ ലോട്ടറി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ടീസ്റ്റെക്ക് നൽകിയിട്ടുള്ള കരാറ് അത് നിയമവിരുദ്ധമാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ഓഡിറ്റർ ജനറൽ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് വേറൊരു നിലപാടെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് തന്നെ ഞങ്ങൾക്ക് തന്നെ അവകാശമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മിനിസ്റ്റർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അന്ന് മിസോറാം സിക്കിമിന്റെ കാര്യത്തിൽ കേരളം സിക്കിം ലോട്ടറികളുടെ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് കണ്ടുകൊണ്ട് സ്വമേധയാ തന്ത്രപരമായി പിൻവാങ്ങിയെന്ന് താങ്കൾ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ പിന്മാറിയ മിസോറാം, ആ സർക്കാർ തന്നെ, അവരുടെ ലോട്ടറി ഡയറക്ടർ തന്നെ കേരള സർക്കാരിന്റെ തീരുമാനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടൊരു പരസ്യമടക്കം നൽകി രംഗത്ത് വരാം അവരുടെ ഏജന്റിനു വേണ്ടി എന്ന് വന്നാൽ അതിന്റെ പിന്നിലെ ബുദ്ധി ആരാണ്? ഈ ലോട്ടറി രാജാവ് തന്നെയാണോ? സാന്റിയാഗോ മാർട്ടിന്റെ ബുദ്ധിയാണോ അന്ന് പിൻവാങ്ങിയ മിസോറാമിനെ മുൻനിർത്തി ഒരു പുതിയ കളിക്ക് രൂപം കൊടുക്കുന്നത്? സാന്റിയാഗോ മാർട്ടിന്റെ ബുദ്ധിയാണോ? ഏതായാലും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അല്ലേ? ഈ പത്രത്തിന്റെ പരസ്യം അതിന്റെ തുക അങ്ങ് ആസ്വാളിൽ നിന്നാണോ വന്നത്
അല്ലെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതിയല്ലോ. ഏതായാലും ഞങ്ങൾ പരിശോധിച്ചു നേരത്തെ വന്ന പരസ്യത്തെക്കുറിച്ച്. നേരത്തെ സാന്റിയാഗോ മാർട്ടിൻ ഇവിടെ ലോട്ടറി തട്ടി നടത്തിയപ്പോൾ ആരാണോ അവരുടെ പരസ്യക്കാരനായിരുന്നത് ആ ഏജൻസി തന്നെ കൊടുത്തിട്ടുള്ളത്. അച്ഛൻ ഇങ്ങനൊരു എഗ്രിമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ് മിസോറാം സർക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഈ ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവർ എല്ലാ വിധത്തിലുള്ള അഴിമതി കള്ളത്തരങ്ങൾ ജനങ്ങളെ വെട്ടിക്കുന്നു, സർക്കാരിനെ കബളിപ്പിക്കുന്നു. ഇതൊക്കെ നടത്താനുള്ള പുറപ്പാടാണ് കേരളം ഇത് അനുവദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും വരാതെ തരമില്ല. അങ്ങനെ എല്ലാത്തരം തട്ടിപ്പും ക്രമക്കേടും നടത്തുന്ന ആ സംഘം ഉണ്ടല്ലോ, അവരുടെ ഈ രണ്ടാം വരവിലെ ആദ്യ പരസ്യം വന്നത് ദേശാഭിമാനിയിലാണ്. അത് ഉയർത്തിക്കാട്ടിയാണ് താങ്കൾക്കെതിരെ താങ്കളുടെ നീക്കങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. താങ്കൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് വരാനുള്ളൊരു റൂട്ട് കൃത്യമായി മനസ്സിലാക്കിയാണ് സാന്റിയാഗോ മാർട്ടിന്റെ ഈ പുതിയ കളി എന്നൊരു ശരാശരി മലയാളിക്ക് തോന്നില്ലേ? ഈ പത്രത്തിൽ തന്നെയല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ലേഖനമായിട്ട് എഡിറ്റോറിയൽ പേജ് വന്നത്? പരസ്യവും എഡിറ്റോറിയലും തമ്മിൽ ബന്ധമില്ലെന്ന് നിങ്ങളുടെ ടി വിയിൽ വരുന്ന പരസ്യത്തിൽ പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടാ? നിങ്ങളെ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ഗ്യാരണ്ടി നിങ്ങൾ ജനങ്ങൾക്ക് നിന്ന് കൊടുത്തിട്ടാ പരസ്യം കൊടുക്കുന്നത്? പരസ്യത്തിന്റെ നയം വേറെ, എഡിറ്റോറിയൽ നയം വേറെ. പുതിയ കാലത്ത് പരസ്യത്തിലും ശ്രീ തോമസ് ഐസക് പുതിയ കാലത്ത് പരസ്യത്തിന്റെ ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ പരസ്യങ്ങൾ ആളുകളെ കബളിപ്പിക്കുന്ന വിധത്തിലേക്കായാൽ അതിന്റെ പ്രതീകമായി മാറുന്നവർ അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കണം എന്ന് പറയുന്ന നിലയിലേക്ക് ആലോചനകൾ വർദ്ധിച്ച കാലമാണ്. ഇന്നടക്കം ഇപ്പൊ ഷാരൂഖ് ഖാന് നോട്ടീസ് പോയൊരു കേസുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കേരളം ഭരിക്കുന്ന കാലം, നയപരമായ ഒരു ഗൗരവമായ പ്രശ്നം, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, വേരോടെ പിഴുതെറിഞ്ഞ ഈ അന്യസംസ്ഥാന ലോട്ടറി തിരിച്ചു വരുന്നതിന്റെ ലക്ഷണം പ്രകടിപ്പിച്ചാൽ അത് പരസ്യമായിട്ടാണെങ്കിൽ പോലും സ്വീകരിക്കുന്നത് ഉചിതമാണോ എന്ന് ഞാൻ മുമ്പ് ചോദിച്ച ശരാശരി മലയാളി ആലോചിക്കില്ലേ? അപ്പോഴാണ് ധനമന്ത്രി അതേപോലെ അതേ ആർജവത്തോടെ അതിനെ തടയും എന്നും പറയുന്നത്. ഇതേ നിലപാടാണല്ലോ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. പരസ്യം കൊടുത്താൽ വേണ്ടെന്ന് പറയുന്ന പത്രം ഏത്? ഒരു പത്രം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പത്രങ്ങളുടെ ഒരു സാമാന്യവൽക്കരണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കളിൽ നിന്ന്. അതല്ല അടിസ്ഥാനപരമായ ചർച്ച. എങ്കിൽ പോലും അങ്ങനെ ഒരു സാമാന്യവൽക്കരണം സാധ്യമാണോ? ഞാൻ അതാണ് ചോദിച്ചത്. ആദ്യം പരസ്യം ദേശാഭിമാനിയിൽ വരുന്നു. മിസോറാം സർക്കാരിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരസ്യം അത് സർക്കാരിനെതിരെയാണ്, കേരള സർക്കാരിനെതിരെയാണ് ആ പരസ്യം. ആ പരസ്യം വരുന്നത് കേരളത്തിൽ ഏറ്റവും അധികം സർക്കുലേഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒന്നാമത്തെ പത്രത്തിലേക്ക് അവർ മാറ്റുന്നു. ഞാൻ പറഞ്ഞത് ഈ രൂപത്തിലേക്ക് പരസ്യം, താങ്കൾ തന്നെ പറഞ്ഞല്ലോ പരസ്യമല്ല കാര്യങ്ങളെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാലും ഈ കരുത്തരായ എതിരാളികൾ, എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിക്കാൻ കെൽപ്പുള്ളവർ, താങ്കൾ തന്നെ ഒരു 10 വർഷം പോരാട്ടം നടത്തിയിട്ടാണ് സിക്കിമിനെ തുരത്തിയത്, സിക്കിം ലോട്ടറിയെ തുരത്തിയത്. ആ അനുഭവമുള്ള കേരളത്തിൽ അതേ കളികളുമായി വരുമ്പോൾ പരസ്യമല്ല നിയമം തീരുമാനിക്കുന്നതെന്ന് താങ്കൾക്കും പറയേണ്ടി വന്നു ഇന്ന്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാ ദേശാഭിമാനിയല്ല നിങ്ങളുടെ TV ചാനലായാലും ബാക്കി ആരുടേതായാലും ഇതൊക്കെ സ്വീകരിക്കുന്നത്? പണത്തിന് വേണ്ടിയിട്ടാണ്, പരസ്യ വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അത് ഉപയോഗപ്പെടുത്തിയാണ് ചാനലായാലും പത്രങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലും ഈ മിസോറാമിനെ ഞങ്ങൾ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങളുടെ മാധ്യമങ്ങളുടെ മീഡിയ പരസ്യ മാനേജേഴ്സുമായിട്ട് ഞങ്ങൾ സംഭാഷണം നടത്തിക്കളഞ്ഞു. നിങ്ങൾ ഈ പരസ്യം വേണ്ടെന്ന് വെക്കണമെങ്കിൽ അതിന്റെ ഇരട്ടി സർക്കാർ തരും. ഉറപ്പാണോ? അതുകൊണ്ട് ഈ പിന്നല്ലാതെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെ ഉറപ്പാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഡോക്ടർ ഐസക് വീണ്ടും ആവർത്തിക്കുന്നു, ഈ ചർച്ച, പ്രൈം ഡിബേറ്റിന്റെ ഈ ചർച്ച ഒരു പ്രശ്നത്തിൽ, ഒരു നിലപാടിൽ, ഒരു ഉറപ്പിന് വേണ്ടിയാണ്. ആ ഉറപ്പ് തരാൻ കെൽപ്പുള്ളയാളാണ് ഞങ്ങൾക്കൊപ്പം ഈ ചർച്ചയിലുള്ളത്. താങ്കൾ പറയുന്നു ഈ അന്യസംസ്ഥാന ലോട്ടറികൾക്കെതിരായ ഒരു ശക്തമായ നിലപാട് കേരളത്തിൽ വളരണം. ആ നിലപാടിനൊപ്പം നിൽക്കാൻ മാധ്യമങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പരസ്യപരമായ സഹായങ്ങളും കൂടുതലായി തരും. സാന്റിയാഗോ മാർട്ടിനിലേക്ക് ആരും നോക്കരുത് എന്നല്ലേ? ഞങ്ങൾ പരസ്യം നന്നായിട്ട് തരുന്നതാണ്.
ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളിയിൽ കേരള ലോട്ടറിയുടെ പേര് വരുമ്പോൾ ഒരു സംശയവും വേണ്ട, ഞങ്ങൾ പരസ്യമെങ്കിൽ പരസ്യം അത് വെച്ചിട്ട് തന്നെ ഇതിനെ നേരിടാൻ തയ്യാറാവും. അല്ലാതെ ഇവിടെ എന്തെങ്കിലും പണം ലാഭിക്കാനൊന്നും ശ്രമിക്കത്തില്ല. ഒറ്റ ലക്ഷ്യവും ഇവരെ വീണ്ടും കേരളത്തിൽ കടത്തില്ല. കാരണം നിയമവിരുദ്ധമാണ്. ഞാൻ GST കൗൺസിലിൽ ഇവിടുത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ധനമന്ത്രിമാരുണ്ട്, അവരോട് പരസ്യം ചോദിച്ചു നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, 10 കോടി രൂപ 20 കോടി രൂപ. ഞാൻ പറഞ്ഞു കേരളം ഇരട്ടി തരാം, നിങ്ങൾ എന്തിനാ ഈ കറക്ക് കമ്പനികളെ വിളിക്കുന്നത്? ഞങ്ങൾ ഇരട്ടി തുകരാന്ന്, നിങ്ങൾ ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുക, നിങ്ങൾക്ക് വരുമാനം കിട്ടിയാൽ പോരെ. ഇതിനവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യമാണ് GST കൗൺസിലിൽ ബാക്കിയുള്ള ഒരുപാട് ധനമന്ത്രിമാര് ഇതിന് ഞങ്ങൾക്കൊരു പങ്കുമില്ല, നിങ്ങൾ തമ്മിൽ തീർക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നവര് അവസാനം 28% അവരുടെ ലോട്ടറികൾക്കും 12% നമ്മുടെ ലോട്ടറിക്കും എന്നുള്ള ഒത്തുതീർപ്പിന് പിന്തുണ നൽകാൻ തയ്യാറാക്കി. ഞാൻ പുരുഷോത്തം ഭാരതിയിലേക്ക് വരുമ്പോൾ തന്നെ മിനിസ്റ്റർ പറഞ്ഞ ഈ കണക്കിൽ ഒരു കാര്യം ഞാൻ ഈ CAG റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട് എന്ന് ഈ അന്വേഷണത്തിൽ മനസ്സിലായാണ്. ഏതാണ്ട് 18,800 കോടിയോളമാണ് ഈ TISA ഏജൻസി അടക്കം ഈ ഏജൻസികൾ വിറ്റുവരവ് നടത്തുന്നത്. വിറ്റുവരവ് അവരുടേത് അത്രയാണ്. പക്ഷേ ഈ സംസ്ഥാനത്തേക്ക് നികുതിയായി പോകുന്നത് ഏതാണ്ട് 28 കോടി മാത്രമാണ് എന്നൊരു സാഹചര്യം. രസകരമായ ഒരു സാഹചര്യം. ഒരു ഡ്രോയ്ക്ക് ഇപ്പോൾ പല ദിവസങ്ങളിലും ഡ്രോ ഉണ്ടല്ലോ, ഒരു ദിവസത്തെ ഡ്രോയ്ക്ക് അതിനുവേണ്ടി ആകെ മുടക്കേണ്ടി വരുന്ന ഏതാണ്ട് വെറും 12,000 രൂപയാണ്. പക്ഷെ അതിൻ്റെ വിറ്റുവരവെന്ന് പറയുന്നത് ആ ഡ്രോയ്ക്ക് മാത്രം ഏതാണ്ട് 30 കോടിക്ക് അടുത്താണ്. ഈ രൂപത്തിലുള്ള വലിയ തട്ടിപ്പ് സംസ്ഥാനത്തെ പിഴിഞ്ഞ് ആ മേഖലകളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുകൂടിയാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? അതെ 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 അതെ. ഇത് ലോട്ടറി നടത്താൻ അനുവാദം നൽകുന്നതിന് ഒറ്റ ന്യായമുണ്ട്. ആ ലോട്ടറി എന്നുള്ള വരുമാനം പൊതുനന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ ലോട്ടറി ആക്ടിന്റെ സെക്ഷൻ 4-ൽ ഒരു സംസ്ഥാന സർക്കാരിനെ നടത്താൻ അവകാശമുള്ളൂ എന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. ആ അവകാശത്തിന്റെ സൂചനകളും തെളിവുകളും വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എല്ലാ വരുമാനവും ട്രഷറി പോകണം, 2 എല്ലാ ചെലവുകളും ട്രഷറിയിൽ നിന്ന് വരണം, 3 സർക്കാർ തന്നെ നേരിട്ടടിക്കണം. ഇങ്ങനെയുള്ള സർക്കാർ വേണം ചെയ്യാൻ. ഇവിടെ കേരള സർക്കാരിൻ്റെ ലാഭം 1,000 കോടി രൂപ ഒരു വർഷം ലാഭം കിട്ടുന്നുണ്ട്. അത് ഞാൻ അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ്. അതേസമയത്ത് ഈ മിസോറാം ലോട്ടറിയുടെ കാര്യത്തിലോ കേരളത്തിൽ നിന്ന് ആളുകൾ ഇന്ന് പണം വാങ്ങുന്നു, അത് സാന്റിയാഗോ മാർട്ടിന്റെ പോക്കറ്റിലാണ് പോണത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതിൽ നിലപാടെടുക്കേണ്ടതുണ്ട്. ഏത് സമ്മാനത്തുകയുടെ കാര്യം എടുത്താലും കമ്മീഷൻ എടുത്താലും ഈ മിസോറാം ലോട്ടറിയേക്കാൾ മെച്ചപ്പെട്ടാണ് കേരള ലോട്ടറി. കാരണം 28% നികുതി കൊടുത്താൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ മറ്റേ ലോട്ടറി. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഒരു കാരണവശാലും ഈ ലോട്ടറി വാങ്ങരുത്. കേരളത്തിലെ ലോട്ടറി വിൽപ്പനക്കാരോട് പറയുകയാണ്, ഒരു കാരണവശാലും ഈ ലോട്ടറി വിൽക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പുരുഷോത്തം ഭാരതി, ഇപ്പോൾ ധനകാര്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്ന ഒരു ഉറപ്പും ഒരു ഉറച്ച നിലപാടുമുണ്ടല്ലോ. ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായതാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതുപോലെ വർഷങ്ങൾ നീണ്ട വലിയ നിയമ പോരാട്ടവും നടത്തേണ്ടി വന്നു ഈ ലോട്ടറികളെ അന്ന് കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ. വീണ്ടും ആ കളികളുമായി മിസോറാം സർക്കാരിനെ കൂട്ടുപിടിച്ച് ടീസ്റ്റ ഏജൻസിയുടെ പേരിൽ സാന്റിയാഗോ മാർട്ടിനും സംഘവും ഒരു ശ്രമം നടത്തുമ്പോൾ ലോട്ടറി ഏജൻസ് കേരളത്തിലെ ജനങ്ങളെ അപ്പീൽ ചെയ്യുകയാണ് ധനകാര്യമന്ത്രി. അതുപോലെ തന്നെയാണ് ഏജന്റുമാരും. ആ രൂപത്തിൽ ആ പരസ്യത്തിൽ അടക്കം പറയുന്നതാണ്, ഇത് ഞങ്ങളുടെ ലോട്ടറിയാണ്, നിയമപരമാണ് ഈ ലോട്ടറി. അത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഞങ്ങൾ ചീഫ് സെക്രട്ടറി, കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി 21-ന് അറിയിച്ചു എന്ന് മിസോറാം സർക്കാരാണ് പറയുന്നത്. സാന്റിയാഗോ മാർട്ടിൻ അല്ല പറയുന്നത്, ലോട്ടറി ഡയറക്ടറാണ് പറയുന്നത്. ഈ രൂപത്തിൽ പറഞ്ഞുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് നടക്കുന്നത്. ലോട്ടറി ഏജന്റുമാരുടെ ഒരു പൊതുവികാരവും നിലപാടും കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് സാന്റിയാഗോ മാർട്ടിന്റെ മാഫിയ കമ്പനിയെ വർഷങ്ങൾക്ക് മുമ്പ് കേരളം അവർ നടത്തിയ കള്ളത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയതാണ്. അങ്ങനെ കഴിഞ്ഞ കുറേ വർഷം അവർക്ക് ഇങ്ങോട്ട് വരാൻ ഒരു അവസരമില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ പ്രത്യേക ലോട്ടറി നിയമങ്ങളും അത് അവർക്ക് ഇങ്ങോട്ട് വരുന്നതിന് അവസരം കൊടുത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ചരക്ക് സേവന നികുതി ഒരൊറ്റ നികുതി എവിടെയെങ്കിലും അടച്ചാൽ
ഇന്ത്യയിൽ എവിടെയും ആ ചരക്ക് വിൽപ്പന നടത്താം എന്നുള്ള സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൽ വന്നിരിക്കുന്നത്. പിന്നീട് രണ്ടാമത് സാന്റിയാഗോ മാർട്ടിനെ പരിപൂർണമായി പിന്തുണച്ചുകൊണ്ടാണ് മിസോറാം സർക്കാർ നിൽക്കുന്നത്. ഇപ്പോൾ ആ ടിക്കറ്റും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ധനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ കേന്ദ്ര ലോട്ടറി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇത് കേന്ദ്ര ലോട്ടറി നിയമത്തിന്റെ റൂൾസ് ആണ്. ആ റൂൾസിൽ 4ാമത്തെ ഐറ്റത്തിൽ സെക്യൂരിറ്റി ഓഫ് ലോട്ടറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നതിൽ 4(1) വകുപ്പിൽ പറയുന്നത് the paper lottery tickets and the stationery on which the online lottery tickets are issued shall be printed by the organizing state at a government press or any other high security press included in the panel of the Reserve Bank of India or the Indian Banks Association, Bombay. എന്ന് വെച്ചാൽ ലോട്ടറി ടിക്കറ്റ് അച്ചടിക്കുന്നത് അത്രമാത്രം സുരക്ഷിതമായ പ്രസിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അച്ചടിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ കേരള ലോട്ടറി ടിക്കറ്റ് അച്ചടിക്കുന്നത് അപ്രകാരം തന്നെയാണ്. കേരള ഗവൺമെന്റിന്റെ പ്രസിൽ വളരെയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, എന്ന് വെച്ചാൽ ആ ടിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കള്ളത്തരവും കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേരള ഭാഗ്യക്കുറി ടിക്കറ്റ് അച്ചടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മിസോറാം ടിക്കറ്റുമായി സാന്റിയാഗോ മാർട്ടിൻ വന്നിരിക്കുന്നത് ഇവിടെ മിനിങ്ങാന്ന് വന്ന പത്രത്തിൽ പറയുന്നുണ്ട്, കോയമ്പത്തൂരിലെ സ്വകാര്യ പ്രസിൽ അച്ചടിച്ച ടിക്കറ്റുകളാണ് ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആദ്യത്തെ കാര്യം തന്നെ നിയമലംഘനമാണ്, കേന്ദ്ര ലോട്ടറിയുടെ നിയമലംഘനമാണ്. അത് യാതൊരു തരത്തിലും ഇവിടത്തെ ഏജന്റുമാർ അത് അംഗീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിയമം ലംഘിച്ചു വരുന്ന ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിലും സത്യസന്ധമല്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടിക്കറ്റ് ഉപയോഗിച്ച് കേരള ജനതയെ വഞ്ചിച്ച് ലോട്ടറി മാഫിയയ്ക്ക് പണമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു നടപടിയും ഈ കേരളത്തിലെ ലോട്ടറി ഏജന്റുമാരുടെ വിൽപ്പനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. തീർച്ചയായും ആ നിലയിൽ ഒരു പുതിയ പ്രശ്നമായി ഇത് രൂപപ്പെടുമ്പോൾ അവരവരുടെ നിലപാട് തുറന്നു പറയുകയാണ്, ഒരു തരത്തിലും സഹകരിക്കില്ല, സ്വാഗതാർഹം തന്നെയാണ്. ശ്രീ തോമസ് ഐസക്, പക്ഷേ ഈ പരസ്യത്തിൽ പറയുന്ന ഒരു വാചകം, വി സ്റ്റേറ്റ് ദാറ്റ് അവർ ലോട്ടറീസ് കംപ്ലൈ വിത്ത് ദ കണ്ടീഷൻസ് ലേഡ് ഡൗൺ ഇൻ സെക്ഷൻ 4 ഓഫ് ദ ലോട്ടറീസ് റെഗുലേഷൻ ആക്ട് 1998 ആൻഡ് അവർ സ്റ്റേറ്റ് ഈസ് സോൾലി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞ് എവിടെ അച്ചടിച്ച ടിക്കറ്റിന്റെ കാര്യത്തിലും, അത് കോയമ്പത്തൂരാകട്ടെ വാളയാറിലാകട്ടെ എവിടെയുമാകട്ടെ, പക്ഷേ ഞങ്ങളുടെ സംസ്ഥാനം അതിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് എന്ന് എൻഡോഴ്സ് ചെയ്താൽ, ഒന്ന്. രണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ വാദത്തിന് വേണ്ടിയാണ്, ഈ കൂട്ടർ അതിന് അംഗീകരിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ലെങ്കിൽ പോലും ഈ ട്രാൻസാക്ഷൻസ് മുഴുവൻ, ഇടപാട് മുഴുവൻ താങ്കൾ പറഞ്ഞതുപോലെ ട്രഷറി വഴിയാക്കാം എന്ന് വാദത്തിന് വേണ്ടിയെങ്കിലും അവർ സമ്മതിച്ചാൽ, വരവ് ചെലവ് അടക്കം സമ്മതിച്ചാലൊക്കെ അത് നിയമപരമാകും. അങ്ങനെ വന്നാൽ ആ ലോട്ടറി നമ്മൾക്ക് അംഗീകരിക്കേണ്ടതായും വരില്ലേ? ഇന്ന് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ വരാം. ശ്രീ തോമസ് ഐസക്, താങ്കളുടെ വിശദീകരണം അക്കാര്യത്തിൽ. ഞാൻ പറയട്ടെ, വരാം, താങ്കളിലേക്ക് വരാം. ഡോക്ടർ തോമസ് ഐസക്, ഇന്ന് 28% നികുതി കൊടുത്തുകൊണ്ട് ഈ ലോട്ടറി പ്രായോഗികമായിട്ട് ഇവർ പറയുന്ന സമ്മാന ഘടന വെച്ച് നടത്താൻ പറ്റത്തില്ല. ഒന്നുകിൽ ആ സമ്മാനം നൽകാതിരിക്കണം, അവിടെ കബളിപ്പിക്കണം ജനങ്ങൾ, അല്ലെങ്കിൽ നികുതി വെട്ടിക്കണം. ഇത് രണ്ടും നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന ടിക്കറ്റിന്റെ എണ്ണമില്ലേ, ഇന്ന സീരീസ് 50 ലക്ഷം അടിക്കാൻ പോണു പോരെന്ന് കേരളത്തിലെ ലോട്ടറി ചട്ടം പറയുന്നത്, GST ചട്ടം പറയുന്നത്, ഈ ടിക്കറ്റിന്റെ നമ്പറുകൾ ഇന്നത് മുതൽ ഇന്നത് വരെ ഓരോ സീരീസിലെയും തരണം. അത് ഞങ്ങൾ ഫിസിക്കലി വെരിഫൈ ചെയ്യും. ആ നമ്പർ അല്ലാതെ എവിടെയെങ്കിലും ഒരു ലോട്ടറി ടിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിൽക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ലോട്ടറി ടിക്കറ്റ് മുഴുവൻ കോൺഫിസ്കേറ്റ് ചെയ്യും. ഇത് വിറ്റില്ല എന്നുണ്ടെങ്കിൽ വിൽക്കാത്തത് 48 മണിക്കൂറിനുള്ളിൽ കൊണ്ടുതരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ലോട്ടറി നടത്തുന്ന സാഹചര്യം ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ശക്തമായ നിലപാടെടുക്കുന്നത്. അത് മറികടക്കാനാണ് അവർ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട്
നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ എന്നാ നല്ലവരായിക്കോളാം എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറില്ല. ആവട്ടെ, അപ്പൊ നോക്കാൻ എന്താ വേണ്ടെന്നുള്ളത്. തീർച്ചയായും ഏത് നിലയ്ക്കും പൂട്ടും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ധനകാര്യമന്ത്രി. അത് ആ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കുന്നു. ഒരു നിലയ്ക്കും ഇതര സംസ്ഥാന ലോട്ടറികൾ ഈ രൂപത്തിലേക്ക് കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരരുത്. അത് പൂർണ്ണമായും പ്രകടമായും ക്രമവിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്ന് നല്ല ബോധ്യം കേരളത്തിനുണ്ട്, സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അതിനുള്ള സാധ്യതയില്ല എന്ന് മന്ത്രി ആവർത്തിക്കുന്നു. ശ്രീ പുരുഷോത്തം ഭാരതി, ഞാൻ താങ്കളിലേക്കും മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ പുരുഷോത്തം ഭാരതി, നേരത്തെ താങ്കൾ പറഞ്ഞത് ഇതേ പ്രശ്നമാണ്. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ചില ഉപായങ്ങൾ അവർ തേടിയാൽ അവർക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കാനാകുമോ? ഒന്നാമത്തെ പ്രശ്നം. ഇനി അഥവാ ഇപ്പോൾ മിസോറാം സർക്കാർ ആവർത്തിക്കുന്നത് ഞങ്ങൾ നിയമപരമായി ഞങ്ങളുടെ ലോട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അവരുടെ ഏജന്റിന് വേണ്ടി ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടി, ടീ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയാണ് പരസ്യം ഇറക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ അവർ കോടതിയിലേക്ക് അവരായി പോകാൻ ഒരു സാധ്യതയുണ്ടോ? രണ്ട് പ്രശ്നങ്ങളാണ് ഈ ചോദ്യത്തിലുള്ളത്. ശ്രീ പുരുഷോത്തം. അതായത് അവര് കോടതിയിലേക്ക് പോകില്ല എന്ന് ഇപ്പോൾ പരിപൂർണമായി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരള ഗവൺമെന്റ് ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഈ ടിക്കറ്റുകൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേന്ദ്ര ലോട്ടറി നിയമം ലംഘിച്ചുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോൾ വന്ന പത്രത്തിലെ പരസ്യത്തിൽ താങ്കൾ നേരത്തെ വായിച്ചു കേൾപ്പിച്ചതിൽ, അതായത് മിസോറാം ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഈ ടിക്കറ്റിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് താങ്കൾ നേരത്തെ വായിച്ചു കേൾപ്പിച്ചു. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ ടിക്കറ്റുകൾ വ്യാജമായി സെക്യൂരിറ്റി പ്രസിൽ അച്ചടിക്കാതെ കോയമ്പത്തൂരിലെ പ്രസിൽ അച്ചടിച്ച ടിക്കറ്റിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരസ്യം വന്നിരിക്കുന്നത്. ആ ഡയറക്ടറുടെ പേരിൽ ക്രിമിനലായിട്ട് കേസെടുക്കണം കേരള ലോട്ടറി ഡിപ്പാർട്ട്മെന്റ്, കേരള ഗവൺമെന്റ് നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ശ്രീ തോമസ് ഐസക്, ഈ പരസ്യം ആദ്യം വന്നത് 28-നാണ്. അതേ ദിവസം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിലേക്ക് പോയത്. ഗവൺമെന്റ് സെക്രട്ടറി, ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗവൺമെന്റ് സെക്രട്ടറി മിനാജ് ആലമാണ്, IAS ആണ് ഒപ്പിട്ട് അയച്ചിരിക്കുന്ന പരാതി. അതിൽ വളരെ കൃത്യമായി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് നിയമവിരുദ്ധമാകുന്നത്, അതുകൊണ്ട് തന്നെ ഈ മിസോ ലോട്ടറി നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശരിയാണ്. അപ്പോൾ പക്ഷെ ഒരു പ്രശ്നം, അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ 2016-ലെ CAG റിപ്പോർട്ടാണല്ലോ. ഏതാണ്ട് 2012 മുതലുള്ള കാലയളവിലെ വലിയ ക്രമക്കേടുകളാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ കൺക്ലൂഷനിൽ ഗുരുതരമായ രൂക്ഷ വിമർശനങ്ങളും ഒക്കെ ഉണ്ട്, യാതൊരു തർക്കവുമില്ല. പക്ഷെ താങ്കൾക്കടക്കം പറയാനാകുമോ CAG റിപ്പോർട്ട് അതേപടി ഉൾക്കൊള്ളുന്ന ഒരു പൊതു സാഹചര്യം നാട്ടിലുണ്ടോ? അതിൽ പല കാരണങ്ങളുടെ പേരിൽ അതിനോട് വിയോജിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? താങ്കൾ തന്നെ പറഞ്ഞു കേന്ദ്രത്തെ കൊണ്ട് ആ തീരുമാനം മുൻപെടുപ്പിക്കാൻ ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു. ആ തീരുമാനമെടുക്കേണ്ട കേന്ദ്ര സർക്കാരിന് അവരുടെ രാഷ്ട്രീയ താല്പര്യം, രാഷ്ട്രീയ നയം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അങ്ങനെ വന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വേഗത്തിൽ ഒരു തീരുമാനം ഈ കത്തയച്ച താങ്കളും പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഈ പരസ്യം കണ്ടതുകൊണ്ടെന്നൊരു പരാതി അയച്ചതായി മാത്രമേ കരുതാനേ തരമുള്ളൂ? ഡോക്ടർ ഐസക്. പരസ്യം കണ്ടതുകൊണ്ടല്ല. അതായത് ശ്രീ പുരുഷോത്തം ഭാരതി, ഞാൻ താങ്കളിലേക്ക് വരാം. മിനിസ്റ്റർ ഒന്ന് പറയട്ടെ. പരസ്യത്തിലൂടെ ഞങ്ങൾ അറിയുന്നു ഇവർ വരുന്നു എന്നുള്ളത്. 21-ാം തീയതി ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. 29-ാം തീയതി ചീഫ് സെക്രട്ടറി കയ്യൊപ്പിട്ട് സീല് കുത്തിയിട്ട് 29-ാം തീയതി തപാലിലാണ് ഇത് വരുന്നത്. അപ്പൊ കേരള സർക്കാരിനെ പോയി അറിയിക്കാതെ ലോട്ടറി നടത്താൻ കേരളത്തിൽ പോകണമെന്ന് വെച്ചാൽ അത് തന്നെ ക്രമവിരുദ്ധമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇതോടൊപ്പം തന്നെ CAG റിപ്പോർട്ടിന്റെ പ്രസക്തമായിട്ടൊരു കാര്യം എന്താണ്? ഈ ഞങ്ങൾക്ക് അയച്ചു തന്ന കരാറ് അത് ക്രമവിരുദ്ധമാണെന്ന് CAG പറഞ്ഞിരിക്കുക. അവിടെ 3 വർഷം മുമ്പ് ഉണ്ടാക്കിയ കരാറ് CAG വിമർശന വിധേയമായി. അത് 3 വർഷവും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിട്ട് അതിങ്ങോട്ട് അയച്ചു തന്നിരിക്കുക. കേന്ദ്ര സർക്കാരിന് ഇതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കാൻ പറ്റും?
മുഖം തിരിഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾ കൈയിട്ട് നിൽക്കാൻ പാടുണ്ടോ? കേരളത്തിലെ ജനങ്ങളാകെ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിശക്തമായിട്ട് വരികയും കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും അവിടെ സിക്കിമിലെ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്തപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇടപെടാൻ തയ്യാറായത്. ഈ അനുഭവം ഉള്ളത് കൊണ്ട് വളരെ ശക്തമായിട്ട് അതിലിപ്പോൾ ലോട്ടറി ഏജൻസ് അവരാണ് ഇന്ന് ഏറ്റവും മുന്നിൽ, നമ്മുടെ വിൽപ്പനക്കാർ. ഇത് മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ പോലും ഇത് വരുമ്പോൾ നമുക്ക് കാണാം എന്ന് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മുടെ ലോട്ടറി വിൽപ്പനക്കാരുടെ സംഘടനകൾ, എല്ലാ സംഘടനകളും ഒരുമിച്ച് കേരളത്തിലും ഡൽഹിയിലും എത്ര പ്രക്ഷോഭങ്ങൾ. അപ്പോൾ കേരളത്തെ ആകെ ഇതിൽ ഒരുമിച്ച് അണിനിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള BJPക്ക് പോലും ഇത് മാറി നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് അവിടെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നിലപാടിപ്പിക്കാൻ പറ്റും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അഭിഭാഷകൻ കൂടിയായ പൊതുപ്രവർത്തകൻ ശ്രീ ഹരീഷ് വാസുദേവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ്, ഇപ്പോൾ ധനകാര്യമന്ത്രിയാണ് സംസാരിച്ചത്. മിസോറാം ലോട്ടറിയുടെ വരവിൻ്റെ പല ലക്ഷണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ആ കണ്ട ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലേക്ക് ഈ ലോട്ടറി നിയമത്തിൻ്റെ സെക്ഷൻ 10 അടക്കമുള്ള വയലേഷൻസ് ഉണ്ട് എന്ന് കാട്ടിക്കൊണ്ടുള്ള കത്ത് സംസ്ഥാനത്ത് നിന്ന് പോയി. അതുകൊണ്ട് ആ മിസോറാം ലോട്ടറികൾ നിരോധിക്കണമെന്നൊരാവശ്യം കേന്ദ്രത്തിന് മുൻപാകെ വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ ഇന്ന് അതേസമയം തന്നെ മിസോറാം സർക്കാർ കേരള സർക്കാരിനെതിരെ എടുത്ത നടപടികളെ പരസ്യമായി വിയോജിപ്പും അതൃപ്തിയും രേഖപ്പെടുത്തി പരസ്യം നൽകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിലേക്ക് മടങ്ങി വരുമോ, അതിനെ ഏത് നിലയിലും തടയുക എന്ന ഒരു പ്രധാന പ്രശ്നം, അത് വീണ്ടും ഗൗരവമായി കാണേണ്ട ഒരു ഘട്ടം വന്നിട്ടുണ്ടോ? അതൊരു കേരളീയമായ ഒരു പൊതുമണ്ഡലത്തിൽ നിലവിൽ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശ്രീ പുരുഷോത്തം ഭാരതി, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ പോലത്തെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഒരു കത്തിൽ തീരുന്ന പ്രശ്നമാവില്ല ഇത്. ഒരു കത്തയച്ചത് കൊണ്ട് തീരാൻ പോകുന്ന ഒരു പ്രശ്നമായി കരുതേണ്ടതില്ല. എത്ര വലിയ ക്രമക്കേട് നമ്മൾ ചൂണ്ടിക്കാട്ടിയാലും അതൊരു കത്തിലൂടെ മാത്രം അവസാനിക്കും, പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കണോ ശ്രീ പുരുഷോത്തം ഭാരതി? ഇല്ല. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ശക്തമായി ഈ വ്യാജ ടിക്കറ്റിനെതിരായിട്ടുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് കൂടാതെ ഞങ്ങൾ ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം 2 ജോലികൾ ഞങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന്, ഞങ്ങൾ ഏജന്റുമാരുടെ സംഘടനയുടെ നേതാക്കന്മാർ ഡൽഹിയിൽ ചെന്ന്, അവിടെ ഡൽഹിയിലെ ആഭ്യന്തര മന്ത്രാലയമാണ് ലോട്ടറികളെയൊക്കെ നിയന്ത്രിക്കുന്നത്, ആഭ്യന്തരമന്ത്രിയെയും ബന്ധപ്പെട്ട മറ്റധികാരികളെയും കണ്ട് ഈ ടിക്കറ്റ്, മിസോറാം ടിക്കറ്റിന്റെ വ്യാജ സ്വഭാവം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും അവരുടെ പഴയ ചരിത്രവും ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഇത് നിരോധിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുക എന്നുള്ളത് ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്, കേരള ജനതയെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംഘടനകളെല്ലാം കൂടി നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം, മലയാളിയുടെ സാമൂഹ്യ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഏജന്റുമാർ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ബോധവൽക്കരണം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഡ്വക്കേറ്റ് ഹരീഷ്, നേരത്തെ സിക്കിം ലോട്ടറികളായിരുന്നു ഇതര സംസ്ഥാന ലോട്ടറികളുടെ കാര്യത്തിൽ കേരളത്തിൽ ഒരു വലിയ ചർച്ചയായതും അത് ഒരുവിധം അവസാനിപ്പിക്കാനുമായത്. ഇപ്പോൾ മിസോറാം സർക്കാർ തന്നെ മിസോറാം ലോട്ടറിയുമായി ഏതെങ്കിലും ഒക്കെ വഴികളിലൂടെ സാന്റിയാഗോ മാർച്ചിലൂടെ കേരളത്തിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എതിർത്തുകൊണ്ട് സർക്കാരും ഗൗരവമായൊരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടോ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ആ പഴയ ലോട്ടറി വിഷയം, അതിന്റെ പരിണിത ഫലങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഏതാണ്ട് ഒറ്റയാൾ പോരാട്ടം എന്ന് പറയാവുന്ന രീതിയിൽ വളരെ ശക്തമായ നീക്കമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത്. ഇത് VS-ന്റെ കാലത്ത് തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ആ സമരം ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വളരെ ശക്തമായി അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുകയും സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്ത് നമ്മൾ എന്താ പറയാ, ഒരു കണ്ണിൽ എണ്ണ ഒഴിച്ചെന്നത് പോലെയാണ് അന്ന് അതിനെ ചെറുത്തു തോൽപ്പിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ നയം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അന്ന് മനു അഭിഷേക് സിംഗ്വി അവർക്ക് വേണ്ടി ഹാജരായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ പറ്റി നമുക്കറിയാം. ഞാൻ ബോധവൽക്കരണത്തിനൊന്നും വിശ്വസിക്കുന്നില്ല. അതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ 1% കുറച്ച് ആളുകളെങ്കിലും അത് വഴി വാങ്ങാതിരിക്കുന്നെങ്കിലും നല്ലത് തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുക, ആളുകൾ ഇത്തരത്തിലുള്ള കറക്ക് ലോട്ടറികളിൽ പോയി പെടുകയും കേരള ലോട്ടറി പോലെ വിശ്വാസ്യതയോടുകൂടി നടത്തുന്ന ലോട്ടറികളിൽ അത് പുറകോട്ട് പോവുകയും ആളുകളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുക. അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് എടുത്തിരിക്കുന്ന ഒരു ശ്രമം വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമമാണ്. അത്
ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എങ്ങനെ അതിനെ നേരിടുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഇത്തരം കമ്പനികൾ വന്നിരിക്കുന്നത്. അവർ ഏതാണ്ട് 5-10 കോടി രൂപ ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ലോ ഫേമിന് കൊടുക്കുകയും ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അത്തരം സജ്ജീകരണം കഴിഞ്ഞ യുദ്ധം പോലെ ഈ വർഷവും സംസ്ഥാന സർക്കാർ ഒരു നിയമയുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നാം കാണാനിരിക്കുന്നതിന്റെ ഒരു തുടക്കമായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത്. റൈറ്റ്. നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ. കാരണം ഇക്കാര്യത്തിൽ ഉണ്ടാകാവുന്ന ചില സാധ്യതകളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞതും അത് ഗൗരവത്തോടെ എടുക്കേണ്ടതുമാണ്. മിനിസ്റ്റർ അത് കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ശ്രീ വി ഡി സതീശൻ MLA, കോൺഗ്രസ് KPCC വൈസ് പ്രസിഡന്റ് ടെലിഫോൺ ലൈൻ ചേർന്നു. ശ്രീ വി ഡി സതീശൻ, ഇക്കാര്യത്തിൽ വീണ്ടും ഇതര സംസ്ഥാന ലോട്ടറികളെ കേരളത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള വളരെ കർശനമായ ഒരു ഇടപെടൽ, പ്രതിരോധം അനിവാര്യമായ ആവശ്യമായ ഘട്ടത്തിലാണ് കേരളം നിൽക്കുന്നത്. പുതിയ മിസോറാമിന്റെ വരവിൽ, മിസോറാം ലോട്ടറിയുടെ വരവിൽ അതിനെ തടയാൻ കഴിയുന്ന ശക്തമായ തെളിവുകൾ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ആ ലോട്ടറികൾ നിരോധിക്കണം എന്നാവശ്യപ്പെടുന്നത് എന്നാണ് ധനകാര്യമന്ത്രി ഈ ചർച്ചയിലടക്കം വിശദീകരിച്ചത്. ശ്രീ വി ഡി സതീശൻ. ഞാന് ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്ക് ഇതിനെ നേരിടാനെടുക്കുന്ന നടപടികളൊന്നും ഞാൻ ചോദ്യം ചെയ്യില്ല. അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയും ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ അതേ സമീപനം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോ മന്ത്രി തോമസ് ഐസക്ക് പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞു ഇതുപോലത്തുള്ള ഇതര സംസ്ഥാന ലോട്ടറികൾ എടുത്തു വഞ്ചിതരാകാതിരിക്കാൻ ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു നടപടി മാത്രമാണ് പറഞ്ഞത്. യെസ്. അന്ന് തന്നെ CPMന്റെ മുഖപത്രമായ ദേശാഭിമാനി ബോധവൽക്കരണം തുടങ്ങി. മിസോറാം ലോട്ടറി എടുക്കൂ, കോടീശ്വരനാകൂ എന്ന് പരസ്യം കൊടുത്താണ്. ദേശാഭിമാനിയുടെ കൈയൊന്ന് പണ്ട് പൊള്ളിയതാണ് 2 കോടി മേടിച്ചിട്ട്. അപ്പൊ ദേശാഭിമാനി ശ്രദ്ധിക്കണ്ടേ? ഇപ്പോ ഭരണകക്ഷിയുടെ മുഖപത്രം കൂടിയല്ലേ. ഇവിടെ കഴിഞ്ഞ 1 വർഷം മുമ്പ് തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ പല വഴിക്കും ഒറ്റ നമ്പർ ലോട്ടറിയൊക്കെ ആയിട്ട് ഈ ലോട്ടറി മാഫിയ കടന്നു വരാൻ ശ്രമിച്ചു. ഞാൻ നിയമസഭയിൽ പ്രശ്നം കൊണ്ടുവന്നു. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഗൗരവമായി പറഞ്ഞു. ബലറാം കുമാർ ഉപാധ്യായ ചെയർമാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു. എവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ? എന്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്? എവിടെയെങ്കിലും പോയി ഒരു കേസ് അന്വേഷിച്ചിട്ടുണ്ട് ഇവര്? കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ മുഴുവൻ ഒറ്റ നമ്പർ ലോട്ടറികൾ വിറ്റു തുടങ്ങിയത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അന്ന് മുതൽ ഇവർ ഈ ലോട്ടറി കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, GSTയുടെ മറവിൽ എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്? ഇവിടെ കേന്ദ്ര ലോട്ടറി നിയമവും കേന്ദ്ര ലോട്ടറി ചട്ടങ്ങളും നിലനിൽക്കുമ്പോൾ GST എന്ന് പറയുന്നത്, തോമസ് ഐസക്കിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം നിയമസഭയിലൊക്കെ പറഞ്ഞത് 28% നികുതി ഏർപ്പെടുത്താൻ കാരണം അദ്ദേഹത്തിന്റെ നിർബന്ധമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 28% നികുതിയും അതുപോലെ 52% സമ്മാനങ്ങൾ അവർ പ്രഖ്യാപിച്ചിരിക്കും. ഇത് രണ്ടും കൂടിയാകുമ്പോൾ 80%. അപ്പൊ ഒരു ലോട്ടറിയും ലാഭത്തിൽ നടത്താൻ ഇതര സംസ്ഥാന ലോട്ടറി നടത്താൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ കണക്ക് ശരിയല്ല. കാരണം അദ്ദേഹത്തിന് ശരിക്കും അറിയാമല്ലോ, അവര് 1 കോടി രൂപയുടെ ലോട്ടറി വിറ്റാൽ 1 ലക്ഷം രൂപയുടെ കണക്കേ കാണിക്കുള്ളൂ. അപ്പൊ ഒരു 28 ലക്ഷം രൂപ അടക്കേണ്ട സമയത്ത് അവർ 28,000 രൂപ നികുതി അടയ്ക്കുള്ളൂ. മാത്രമല്ല പിന്നെ 52% സമ്മാനങ്ങൾ ശ്രീ സതീശൻ ഒന്ന് ലൈനിൽ തുടരുക. ശ്രീ തോമസ് ഐസക്കിലേക്ക്. കാരണം ഈ പറഞ്ഞ ഈ ക്രമവിരുദ്ധമായി ലോട്ടറി നടത്താൻ കഴിയില്ല എന്നതിന്റെ ചട്ടം, നിയമം ഉപയോഗിച്ച് തന്നെ അതിന്റെ പ്രിന്റിംഗ്, അതിന്റെ ട്രഷറി വിനിയോഗം ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ തടയുക എന്നാണ് 28-ാം തീയതി താങ്കൾ ഉദാഹരിച്ച പരസ്യം വന്ന അന്ന് തന്നെ ടാക്സസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയിട്ടുള്ള സർക്കാരിന്റെ കത്ത് കേന്ദ്ര സർക്കാരിലേക്ക്. പക്ഷേ ശ്രീ തോമസ് ഐസക് അദ്ദേഹം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. താങ്കൾ എടുക്കുന്ന നടപടികളെ അംഗീകരിക്കാം, പക്ഷെ അപ്പോഴും താങ്കളുടേതടക്കം പാർട്ടിയുടെ സമീപനം എന്ത് എന്ന് സംശയിക്കാൻ സതീശൻ ഉന്നയിച്ച വാദങ്ങളുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ തലപൊക്കിയ ഒറ്റ നമ്പർ ലോട്ടറി എന്ന പുതിയ പ്രവണത, സമീപനത്തിലെ വൈരുദ്ധ്യം, അതാണ് ആ പരസ്യമടക്കം വെളിപ്പെടുത്തുന്നത് എന്നാണ് വി ഡി സതീശൻ വിശദീകരിച്ചത്, സമർത്ഥിച്ചത്. വളരെ ദൗർഭാഗ്യകരമാണ് വി ഡി സതീശൻ ഈ ഒരു ആർഗ്യുമെന്റ് എടുക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ഒരു തർക്കത്തിലേക്ക്, ഒരു കക്ഷി രാഷ്ട്രീയ വഴക്കിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നതല്ല. പക്ഷെ വി ഡി സതീശനോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. വി ഡി സതീശൻ, മിസോറാം സർക്കാർ കോൺഗ്രസിന്റെ സർക്കാരല്ലേ? എങ്ങനെയാണ് ഈ സാന്റിയാഗോ മാർട്ടിനെ പോലെ ഒരു കള്ളന് വേണ്ടിയിട്ട് പരസ്യം ആ സർക്കാർ തന്നെ കൊടുക്കുന്നത്? ഞാനപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള വാദങ്ങളിലേക്ക് പോകാതിരിക്കുക. നമ്മുടെ നാട്ടിൽ ഗൗരവമായ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ, ദേശാഭിമാനി മാത്രമല്ലല്ലോ,
ഒരു പരസ്യത്തിന്റെ ലൈൻ വേറെ, അവരുടെ നിലപാട്. ഞങ്ങൾ പരസ്യം സ്വീകരിക്കുന്നു. ഞങ്ങളുടെ എഡിറ്റോറിയൽ ലൈൻ വേറെ. ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സാന്റിയാഗോ മാർട്ടിന്റെ ലേഖനമല്ല, തോമസ് ഐസക്കിന്റെ ലേഖനമാണ്. ഇനി അതിൽ ഇനി പോരായ്മയുണ്ട്, അത് പാടില്ല, നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അഭിപ്രായം നമുക്ക് ചർച്ച ചെയ്യാം, പരിശോധിക്കാം. പക്ഷെ അത് വെച്ചിട്ട് ഇന്റഗ്രിറ്റി മോട്ടീവ് ഒന്നും ചോദിച്ചായിരിക്കുന്നതല്ല. മിനിസ്റ്റർ, പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ. ലോട്ടറിയുമായി നേരിട്ട് ബന്ധമുള്ള ആരോപണമാണല്ലോ. ഒറ്റ നമ്പർ ലോട്ടറികൾ അതിർത്തി ഗ്രാമങ്ങളിൽ. രണ്ട്, എവിടെയാണ് ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണം? ഒരു കേസെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ സർക്കാർ എന്ന ചോദ്യം വി ഡി സതീശന്റേത്. കേസെടുത്തിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റിഗേഷൻ ഏത് തലത്തിലാണെന്ന് ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാം. കേസെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. എന്താ ഒറ്റ നമ്പർ ലോട്ടറി എന്ന് പറയുന്നത്? അതൊരു ബെറ്റിംഗ് ആണ്. കേരള സർക്കാരിന്റെ ലോട്ടറിയിൽ അവസാനത്തെ നമ്പർ വരുന്നത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം. അത് കേന്ദ്രീകൃതമായ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം പോലീസിനും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടന്നത്. ബട്ട് അത് ഇതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തല്ലേ. ഇറ്റ് ഈസ് നോട്ട്. അത് സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള വലിയ ആശാന്മാർ വന്ന് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഞാൻ പറയുന്നത്, സതീശൻ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ ഗൗരവത്തിലെടുക്കുകയാണ്. നമ്മുടെ ഇക്കാര്യത്തിലുള്ള എഫിഷ്യൻസി, അന്വേഷണത്തിൽ നടപടികൾ, അത് മുൻ അനുഭവം വെച്ച് നോക്കുമ്പോഴും വേണ്ടത്ര ഉണ്ടായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതിലെനിക്കൊരു സംശയമില്ലെന്ന്. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള പണി ഇതാ. ആരോരും അറിയാത്ത CID റിപ്പോർട്ടെങ്കിലും പൊക്കിയെടുത്ത് കൊണ്ടുവന്നല്ലോ. അപ്പോ ഞങ്ങളും അതുപോലെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയാണ് തടയാനായിട്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങളും ചൂണ്ടിക്കാട്ടലുകളും നിങ്ങളുടേതായ നടപടികളിൽ നിന്നും പിന്നോട്ട് പോകാൻ വേണ്ടിയല്ല. ശ്രീ വി ഡി സതീശൻ, തീർച്ചയായും ആ ഒരു ഭാഗം നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു ആ ലോട്ടറികൾ നിരോധിക്കണം, അത് നിയമവിരുദ്ധമാണ്. അതിന് ഉദാഹരണമായി എടുക്കുന്ന 2016 CAG റിപ്പോർട്ടാണ്. അതിൽ ഇപ്പോൾ സർക്കാരിലേക്ക് അയച്ചു കൊടുത്ത ഈ ഏജൻസിയെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കരാർ തന്നെ നിയമവിരുദ്ധമാണ് എന്ന് CAG പറഞ്ഞ ഭാഗമടക്കം തെളിവുപരമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, ഈ പറഞ്ഞ GST 28% വെച്ച് ലോട്ടറി നടത്താൻ മുതലാകില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം മന്ത്രി കാണുമ്പോൾ തന്നെ അതിലെ ഈ ലോട്ടറി നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിച്ചില്ല എങ്കിൽ കേരളത്തിലേക്ക് ഇവ എത്തിക്കാനാകില്ല എന്ന മുൻ സാഹചര്യങ്ങളിലെ പശ്ചാത്തലത്തിലെടുക്കുന്ന ഒരു പൊതു നിലപാട്, അതാണ് പരാതിയായി കേന്ദ്രത്തിലേക്ക് പോയത്. അത് പൊതു സ്വീകാര്യതയുള്ളതാണോ ആ പരാതി? അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഉടനടി ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതാണോ, സിക്കിം ലോട്ടറികൾ നിരോധിച്ചതുപോലെ? ശ്രീ വി ഡി സതീശൻ, ഞാൻ ആദ്യമേ തന്നെ ഒരു നിലപാട് പറഞ്ഞല്ലോ. ഞാൻ ഇത് സംബന്ധിച്ച് ധനകാര്യമന്ത്രി തോമസ് ഐസക് എടുക്കുന്ന നടപടികളെ ഞാൻ ചോദിച്ചത്, ഈ വിഷയം ഡോക്ടർ ഐസക്കിനെ പോലെ തന്നെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ രാഷ്ട്രീയ വിമർശനത്തിന് ശേഷം ഇനി സ്റ്റെപ്സ് മുന്നോട്ട് പോകുമ്പോൾ ആ സ്റ്റെപ്സ് ആരംഭിച്ചത് ശരിയായ വഴിക്കാണോ, അത് നമ്മൾക്ക് പോകേണ്ട വഴിക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതോ സാന്റിയാഗോ മാർട്ടിനും കൂട്ടരും പുതിയ കള്ളക്കളികളിലൂടെ പുതിയ കളികൾ നിയമപരമായി മുന്നോട്ട്, ഇത്തരം അന്വേഷണങ്ങളുടെ ഭാഗമായി ചോദിച്ചതാണ് ശ്രീ വി ഡി സതീശൻ. ഒന്നാമത്തെ, അദ്ദേഹത്തിന് എടുത്ത നടപടികളെയൊക്കെ പിന്തുണയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള പശ്ചാത്തലമുണ്ട്. ബൽറാം കുമാർ ഉപാധ്യായയുടെ അന്വേഷണ കമ്മീഷനെ നിയന്ത്രിക്കുന്നത് ധനകാര്യമന്ത്രിയല്ല. അദ്ദേഹം പറഞ്ഞ ഒരു ഒറ്റ നമ്പർ ലോട്ടറി മാത്രമല്ല, വ്യാജ ലോട്ടറി, കേരള ലോട്ടറിയുടെ വ്യാജ ലോട്ടറി അടിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു വ്യാപകമായിട്ട്, കേരള ലോട്ടറിയെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ അന്വേഷണം എങ്ങോട്ടും പോയിട്ടില്ല. അദ്ദേഹം അന്വേഷിച്ചോട്ടെ, ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. ആ വലിയൊരു ടീമിനെയാണ് നിയോഗിച്ചത്. പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള വലിയൊരു ടീമിനെയാണ് നിയോഗിച്ചത്. പക്ഷേ ആ അന്വേഷണത്തെ ആരോ മരവിപ്പിച്ചിട്ടുണ്ട്. അത് ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെ ഗൗരവം ഇല്ലാതായി പോകുന്നത്? പിന്നെ അതുപോലെ മിസോറാം സ്റ്റേറ്റ് ഗവൺമെന്റ്, കോൺഗ്രസിന്റെ, നോർത്ത് ഈസ്റ്റേൺ എല്ലാ ഗവൺമെന്റുകളും അവരാരും നേരിട്ട് ലോട്ടറി നടത്തുന്നില്ല. അവർ ലോട്ടറി ഏജൻസികളെ ഏൽപ്പിക്കുകയാണ്. ആ ഏജൻസികള് എല്ലാ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്നില്ല. അവരാരും നേരിട്ട് നടത്തുന്നില്ല. ഒരു ഗവൺമെന്റ് നേരിട്ട്. അത് വലിയ അഴിമതിയാണ് ശ്രീ വി ഡി സതീശൻ. അതൊരു സുതാര്യതയല്ല, വലിയ അഴിമതിയാണ്. അതും ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനത്ത് നടത്തുന്ന തീവെട്ടിക്കൊള്ളയാണ്. അല്ല, ആണല്ലോ. CID റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ CID റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് ഗവൺമെന്റുകളുടെ കാര്യത്തിൽ അന്വേഷണം വന്നല്ലേ? അത് അന്വേഷിക്കട്ടെ. CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കട്ടെ. ഏത് ഗവൺമെന്റ് ആണെങ്കിലും
അന്വേഷിക്കട്ടെ. ഇവിടെ ഇന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ലോട്ടറി ചട്ടവും ലോട്ടറി നിയമവും വെച്ചുകൊണ്ട് നടത്താൻ പറ്റില്ല, ഒരു കാലത്ത് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമയം കൂടി കണ്ടുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ 28-ാം തീയതി കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാണോ ഈ മിസോറാം ലോട്ടറികളുടെ കാര്യത്തിൽ? ഞങ്ങളുടെ കേന്ദ്ര സർക്കാരാണ് ഇതിന് ലോട്ടറിയെ നിരോധിക്കാനുള്ള അധികാരമുള്ളത്. പക്ഷെ ഈ ലോട്ടറി കേരളത്തിൽ നടത്തണ്ട എന്ന് കേരള ഗവൺമെന്റും കേരളത്തിലെ പൊതുസമൂഹവും തീരുമാനിച്ചാൽ ഇവിടെ ഈ ലോട്ടറി നടക്കാൻ പോകുന്നില്ല. നിലവിലുണ്ടല്ലോ. ഇച്ഛാശക്തി കാണിച്ചാൽ ഗവൺമെന്റ് ഇച്ഛാശക്തി കാണിച്ചാൽ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. റൈറ്റ്, തീർച്ചയായും. അതാണ് ശ്രീ വി ഡി സതീശൻ, നന്ദി താങ്കൾ ടെലിഫോൺ ലൈനിൽ എങ്കിലും വന്നതിനും ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും. ശ്രീ തോമസ് ഐസക്, അദ്ദേഹം അവസാനം പറഞ്ഞത് നടപടികൾക്ക് പൂർണ്ണ പിന്തുണയുണ്ട്, പരാതികളും വിമർശനങ്ങളും ഉള്ള ഭാഗത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ വി ഡി സതീശൻ വീണ്ടും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചതുപോലെ ഇനി പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാണോ? അത്രമേൽ കൃത്യമായ പരാതി എല്ലാത്തരം തെളിവുകളുമായി തന്നെയാണോ മുമ്പ് നമ്മൾ സംസാരിച്ച ആ 28-ാം തീയതിയിലെ ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരാതി കേരളത്തിൻ്റെതായി കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്നത്? ഞാനും കോൺഗ്രസ് പാർട്ടി വേറൊരു നിലപാട് കേരളത്തിൽ സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വർഷം മുമ്പ് കേരളത്തിൽ വീണ്ടും മിസോറാം ലോട്ടറി വരുന്നതിനുള്ള ചില സൂചനകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയായിട്ട് വിശദമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അസംബ്ലിയിൽ സംബന്ധിച്ച് തർക്കം വന്നപ്പോഴും നമ്മൾ കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറയേണ്ടായില്ല. ആ ഒരു ധാരണയുണ്ട്. അപ്പൊ ആ ഒരു ധാരണയിൽ നിന്ന് ഒരുമിച്ച് നിന്ന് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒന്ന് രാഷ്ട്രീയ ഇച്ഛ സർക്കാരിനുണ്ട്, ഒരു സംശയവും വേണ്ട. അതാണല്ലോ എല്ലാം തയ്യാറെടുത്ത് വന്നു കഴിഞ്ഞിട്ടും നടത്താൻ പറ്റിയിട്ടില്ലല്ലോ. 7-ാം തീയതി നറുക്കെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് നടന്നിട്ടില്ലല്ലോ. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കേരള സർക്കാർ എടുത്തതിന്റെ ഫലമായിട്ടല്ലേ. ഈ നിലപാട് തന്നെ തുടരാൻ പോവുകയാണ്. അവർക്ക് തന്നെ ഒരു ശങ്കയുണ്ട്, കോടതിയിൽ പോയാൽ കോടതി എന്ത് പറയും എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇതുവരെ പോകാതിരുന്നത്. കോടതി എന്താ പറയാൻ പോണത്? പക്ഷേ കോടതിയിൽ പോകുമോ? നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ മിനിസ്റ്റർ നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ ആ പ്രശ്നം ഗൗരവതരമാണ്. ഇപ്പോൾ തന്നെ കോടികൾ മുടക്കി ലോ ഫേമുകളെ ഈ കേസുകൾ ഏൽപ്പിക്കുക, എന്നിട്ട് എങ്ങനെയും നിയമപരമായി തന്നെ ചില ഉറപ്പുകൾ ഉത്തരവുകൾ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക, സംസ്ഥാനത്തിന്റെ പണി കൂടും കോടതിയിലേക്ക് പോയാൽ എന്നുണ്ടോ? അതെ, നമുക്ക് പണി കൂടും, ഒരു സംശയമില്ല. സംസ്ഥാനം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന്, നിയമപരമായിട്ട് നമ്മുടെ നിലപാട് സംരക്ഷിക്കാൻ വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. അതിനവർക്ക് കോടികൾ മുടക്കാമെങ്കിൽ സംസ്ഥാനത്തിനും പ്രയാസമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പുറത്തുനിന്നൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ GP-മാരൊക്കെ ഇതിന് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കമ്പോട് കമ്പ് പരിശോധിച്ച് നമ്മുടെ നിലപാട് കൃത്യമായിട്ട് അവരെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരിൽ പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ തയ്യാറാണ് കോടതിയിൽ ഈ വ്യവഹാരത്തിന്. 2, ഈ ശക്തമായ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾ, GST നിയമത്തിന്റെ നോട്ടിഫിക്കേഷൻ, റൂൾസിൽ ഈ പഴുതടച്ചിട്ടുള്ള റൂൾസ് നമ്മൾ 28-ാം തീയതി 27-ാം തീയതി ഇറക്കിയില്ലേ. ഇതിന് വരുന്നു എന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ. കാരണം നമ്മൾ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ എടുക്കും. 3, രാജ്നാഥിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ GST കൗൺസിലിന് മുമ്പ് കാണും, അദ്ദേഹത്തോട് സംസാരിക്കും. കേന്ദ്ര സർക്കാരിൽ കഴിയുന്നത്ര സമ്മർദ്ദം, ഇതിലൊരു നിലപാട് തീർപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിലൊരു പ്രത്യാശ എനിക്കുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം 6-7 മാസം മുമ്പ് കത്തയച്ചപ്പോൾ അവർ പറഞ്ഞു മിസോറാം വന്നിട്ടില്ലല്ലോ, വരുമ്പോൾ അക്കാര്യങ്ങൾ നോക്കാം, അവർ ക്രമത്തിലാണോ ക്രമവിരുദ്ധമാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തുറന്ന സമീപനം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ആശാവഹമായിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ 2 ലോട്ടറികളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നല്ലേ GST കൗൺസിൽ തീരുമാനം കാണിക്കുന്നത്. അങ്ങനെ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അംഗീകാരമില്ലാതെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത് ആകെ നമുക്കെതിരാണ് എന്നൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ മുഖങ്ങളിലെല്ലാം ഉറച്ചു നിന്ന്
ഈ അന്യ സംസ്ഥാന ലോട്ടറിക്കെതിരായിട്ട്, മാഫിയ ലോട്ടറിക്കെതിരായിട്ട് പോരാടുന്നതിന് കേരള സർക്കാർ ഇച്ഛയോടുകൂടി തന്നെ പ്രവർത്തിക്കും. റൈറ്റ്. ഞാൻ ഒരു തവണ കൂടി വേഗത്തിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. പുരുഷോത്തം ഭാരതി, അവസാനമായി ചുരുക്കത്തിൽ ആശങ്കയാണോ ആത്മവിശ്വാസമാണോ നിങ്ങളെ സംബന്ധിച്ച്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കേരള സർക്കാരിന്റെ പരിപൂർണ പിന്തുണയുണ്ട്. ഈ മേഖല, ഭാഗ്യക്കുറി വ്യാപാര മേഖല സംശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ശക്തമായ നിലപാടുകൾ ഈ നിമിഷം വരെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, കേന്ദ്രത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ ചെന്നാൽ അവിടുത്തെ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരിക്കും എന്ന് താങ്കൾ ഒരു സൂചന കാണിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, പഴയ കേന്ദ്ര സർക്കാരല്ല ഇന്നുള്ളത്. ഇന്നത്തെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി വിരുദ്ധ നിലപാടും അതിൽ അവർക്കൊരു അംഗീകാരം ഇന്ത്യ മുഴുവൻ കിട്ടിയിട്ടുള്ള അവസ്ഥയുമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരള ഗവൺമെന്റ് ഇപ്പോൾ അയച്ച പരാതികൾ അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കുമെന്നും അങ്ങനെ നമുക്കൊരു നീതി കിട്ടുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കെട്ടിവെക്കില്ല, തീരുമാനം വേഗത്തിൽ ഉണ്ടാകും, ഇതാണ് പ്രതീക്ഷ, വൈകില്ല എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോട്ടറി ഏജന്റന്മാരുടെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് പോവുകയാണ്. വ്യക്തമാണ്, നിങ്ങളുടെ നിലപാട് വ്യക്തമാണ് ശ്രീ പുരുഷോത്തം ഭാരതി. ഡോക്ടർ ടി എം തോമസ് ഐസക്, അവസാനമായ ഒരു കാര്യം, ഈ എടുക്കാൻ പോകുന്ന നടപടികളെ കുറിച്ച് സൂചിപ്പിച്ചു. അതിന് പ്രാപ്തമായ പാകമായ ഒരു കത്ത് അയച്ചിട്ടുമുണ്ട്, ഒരു പരാതി അയച്ചിട്ടുമുണ്ട്. പക്ഷേ ആ പരാതിയിൽ തീരുമാനം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുമോ, അതോ മന്ത്രി എന്ന നിലയിൽ താങ്കൾ തന്നെ നേരിട്ട്, ഇപ്പോൾ രാജ്നാഥിനെ കാണുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, താങ്കൾ തന്നെ പോകുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? കാരണം ഇതിന്റെ വിപത്ത് എങ്ങനെയും വളരാം എന്നുള്ളതുകൊണ്ട്, തുടക്കത്തിലെ തന്നെ ഇതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസം ആർജിക്കുന്ന ഒരു സർവകക്ഷി യോഗം അടക്കം അത്തരം കേരളത്തിന്റെ ഒരു പൊതു ആവശ്യത്തെ ദില്ലിയിൽ ബോധ്യപ്പെടുത്തുക എന്നതുപോലെയൊക്കെയുള്ള ആലോചനകൾ ഈ വിഷയത്തിൽ വേണ്ടതുണ്ടോ? മുഖ്യമന്ത്രി നിശ്ചയമായിട്ടും ഇടപെടും. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയും പിന്തുണയോടും കൂടിയാണ് ഈ നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇത് കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ചിട്ടുള്ള കത്തെഴുതും. ഇത് എന്താണ് ഇവരുടെ നീക്കങ്ങൾ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു സർവകക്ഷി യോഗം ഇത് വിളിക്കുന്നതിനും സർക്കാരിന് ഒരു ഇതിലുണ്ടല്ല. സ്ഥലത്ത് വേണം, മുഴുവൻ ആളുകളും ഒരുമിച്ച് തന്നെ നിൽക്കണം. അപ്പോൾ അത് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ തീരുമാനങ്ങളെടുക്കും. ഇത് കേരള സർക്കാർ തനിച്ച് നടത്തേണ്ട ഒരു സമരമല്ല, കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിലപാട് സ്വീകരിക്കേണ്ട ഒരു ഇഷ്യൂ ആയിട്ടായിരിക്കും അതിനെ സമീപിക്കുക. റൈറ്റ്. പ്രൈം ഡിബേറ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഒരു പ്രശ്നത്തിൽ ഒരു നിലപാടിൽ ഒരു ഉറപ്പ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പ്രൈം ഡിബേറ്റ് എന്നാണ് സൂചിപ്പിച്ചത്. ഏറെക്കുറെ വളരെ ഗൗരവമായ പ്രശ്നത്തിൽ അതിന്റെ വിവിധ തലങ്ങളിലൂടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി തന്നെ ആ പ്രശ്നത്തിൽ ഒരു പൊതു നിലപാടിൽ ഒരു ഉറപ്പ് കേരളത്തിന് നൽകുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങളാണ് നൽകിയത്. സ്വാഭാവികമായും അതിന് രാഷ്ട്രീയമായ പിന്തുണ, വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ വി ഡി സതീശനടക്കം കോൺഗ്രസിന്റെ പ്രതികരണം, അതുപോലെ തന്നെ ഏജൻസിന്റെ പ്രതിനിധിയായ ശ്രീ പുരുഷോത്തം ഭാരതി, എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് കേരളത്തിന്റെ ഈ ഗൗരവമായ പ്രസക്തമായ പരാതിയിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എന്ത് എന്നതാണ്. അതോ കോടതിയിലേക്ക് പോകാൻ മിസോറാം ലോട്ടറി, മിസോറാം സർക്കാർ, സാന്റിയാഗോ മാർട്ടിൻ ധൈര്യം കാണിക്കുമോ, നിയമപരമായ തർക്കമുണ്ടാകുമോ, അത് കാത്തിരുന്ന് മാത്രം കാണാം. വളരെ ഗൗരവമായ ഒരു പ്രശ്നത്തിൽ ശക്തമായ നടപടികളുമായി കേരളം മുന്നോട്ടു പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അത്തരം നിലപാടെടുക്കുമ്പോൾ മാധ്യമങ്ങളെ കൂടുതലായി പരസ്യത്തിന്റെ പശ്ചാത്തലത്തിലും കൂടുതലായി സഹായിക്കും എന്ന തുറന്നു പറച്ചിൽ ധനകാര്യമന്ത്രിയിൽ നിന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും നന്ദി. ശ്രീ ടി എം തോമസ് ഐസക്, ശ്രീ പുരുഷോത്തം ഭാരതി, ശ്രീ വി ഡി സതീശൻ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് ഞങ്ങളോട് സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.